ബിഗ് ബോസിൽ കാണിച്ച ചെപ്പടി വിദ്യകളും കൊണ്ട് ചിലർ ഗവൺമെന്റിനെയും CMDRF-നെയൊക്കെ ഇകഴ്ത്തി കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ യാതൊരു ഡാറ്റാബേസും ഇല്ലാത്ത അത്തരം ആരോപണങ്ങളെ നമുക്ക് ഡാറ്റ വെച്ച് പൊളിക്കാം. അപ്പോൾ ആദ്യം തന്നെ ആരോപണത്തിലേക്ക് കടക്കാം. CMDRF-ൽ നിന്ന് KSF-ക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കാനായി 81.43 കോടി രൂപ നൽകി. ഏത്? അപ്പോൾ നമുക്ക് സാഹചര്യം ഒന്ന് പരിശോധിക്കാം. COVID-19 ആണ് സാഹചര്യം. ആ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു കൂട്ടരായിരുന്നു വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഒന്നും ഇല്ലാത്തവർക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതായി. അത് മനസ്സിലാക്കിയ വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഗവൺമെന്റും ഒക്കെ നിരവധിയായിട്ടുള്ള പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു പദ്ധതിയാണ് വിദ്യാശ്രീ എന്നുള്ള പദ്ധതി. KSF-യുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പദ്ധതിയാണത്. ഡെല്ല്, ലെനോവോ പോലെയുള്ള അന്താരാഷ്ട്ര കമ്പനികളുമായി സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ലാപ്ടോപ്പിന് 18,000 രൂപ നിരക്കിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായിട്ടുള്ള മക്കൾക്ക് ഇത്തരത്തിൽ തവണകളായി തിരിച്ചടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ലാപ്ടോപ്പ് വിതരണം ചെയ്യുക എന്നുള്ളതാണ് ആ പദ്ധതിയുടെ ഉദ്ദേശം. അപ്പോൾ പദ്ധതിയുടെ പേര് വിദ്യാശ്രീ, KSF-യുടെ ആണ്. ഒരു ലാപ്ടോപ്പിന് 18,000 രൂപ. ഇനി രണ്ടാമത്, ഗവൺമെന്റ് എന്ത് ചെയ്തു? പട്ടികവർഗക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വിദ്യാകരണം എന്ന പേരിൽ കൈറ്റ് മുഖേന ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുകയാണ്. അതും ഇത്തരത്തിൽ ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഗവൺമെന്റ് നോക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ നിരക്കിൽ വിദ്യാഭ്യാസ ആവശ്യത്തിന് തന്നെയായിട്ട് KSF എന്ത് ചെയ്യുന്നുണ്ട്? 18,000 രൂപ നിരക്കിൽ ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താരതമ്യേന വില കുറവാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയുള്ള ലാപ്ടോപ്പ് കൂടിയാണ്. അപ്പോൾ KSF ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത ലാപ്ടോപ്പുകളിൽ നിന്ന് ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ്? ലാപ്ടോപ്പുകൾ അവർക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കുകയാണ്. അങ്ങനെ ഏകദേശം 40,313 ലാപ്ടോപ്പുകൾ ഗവൺമെന്റ് KSF-യുടെ സ്റ്റോക്കിൽ നിന്ന് KSF-ൽ നിന്ന് വാങ്ങിക്കുകയാണ്. അങ്ങനെ ഏകദേശം 18,000 രൂപ നിരക്കിൽ 40,313 ലാപ്ടോപ്പുകളാണ് ഗവൺമെന്റ് വാങ്ങിക്കുന്നത്. അതിന് മൊത്തം ചെലവായ തുക എന്ന് പറയുന്നത് 81.43 കോടി രൂപയാണ്. അതായത് KSF-ക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കാനല്ല ഗവൺമെന്റ് ഉപയോഗിച്ചിരിക്കുന്നത്, പകരം CMDRF-ൽ നിന്ന്. ഈ CMDRF-ന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിലേക്ക് വലിയ രീതിയിലുള്ള സംഭാവന വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് CMDRF-ന്റെ ഉദ്ദേശം. അപ്പോൾ COVID-19 സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? CMDRF-ലെ ഫണ്ട് ഉപയോഗിച്ചു. അപ്പോൾ അത് എന്ന് പറയുന്നത് ആ സാഹചര്യത്തിന്റെ ഒരു ആവശ്യം കൂടിയാണ്. അല്ലാതെ ചിലർ പറയുന്ന പോലെ KSF-ക്ക് ലാപ്ടോപ്പ് വാങ്ങി നൽകുകയല്ല ചെയ്തത് ഗവൺമെന്റ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ വയനാടുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു ഇഷ്യൂവിൽ ഏകദേശം 5 കോടി രൂപയാണ് KSF CMDRF-ലേക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത്രയും ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള KSF-യെ അങ്ങോട്ട് പൈസ കൊടുത്ത് ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു ബാധ്യത എന്തില്ല? ഗവൺമെന്റിന് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതേസമയം ഏറ്റവും ആപ്റ്റായിട്ടുള്ള, ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി തന്നെയാണ് CMDRF-ൽ നിന്ന് ഓരോ രൂപയും ചെലവാക്കിയിട്ടുള്ളത്. ഇത് എന്നെപ്പോലെ ഈ ഒരു ഡാറ്റ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അറിയണമെന്ന് ആഗ്രഹമുള്ള ആർക്കും അന്വേഷിച്ച് ചെന്നാൽ കിട്ടാവുന്ന സാധനങ്ങളേ ഉള്ളൂ. അതിനു പകരം ജനങ്ങൾ ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുക, വ്യാജ പ്രചരണങ്ങൾ നടത്തുക, അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ.